പണവശത്തിന് മഹാലക്ഷ്മി പൂജ. മഹാലക്ഷ്മി പൂജ എന്തിനാണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കും. പണം കിട്ടാനാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ അത് മാത്രമല്ല, മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത കൈവരാനാണ്. വന്ന പണം നിലനിൽക്കാനും വീട്ടിൽ ശാന്തി ഉണ്ടാകാനും മനസ്സിന് സംതൃപ്തി ഉണ്ടാകാനും മഹാലക്ഷ്മിയെ നിരന്തരം പൂജിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ശുദ്ധി, ശാന്തി, നന്ദി എന്നിവ ഉള്ളിടത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത്. അധ്വാനിച്ച പണം അനാവശ്യമായി ചിലവാകാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും നാൾക്കുനാൾ സമ്പത്ത് അധികരിക്കാനും മുൻപ് കാലത്ത് ചെയ്തിരുന്ന ഒരു ചെറിയ പൂജയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇത് നിരന്തരം ചെയ്തു വരുന്നതിലൂടെ പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരു മാറ്റം ലഭിക്കുന്നതാണ്. ഈ പൂജ ചെയ്യാനായി വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിത്യവും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കഴിയാത്തവർ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. ഇതിനായി വേണ്ടത് ഒരു ചെറിയ ബൗൾ, വെള്ളിയോ പിത്തളയോ ആകാം. ഉരുളി ടൈപ്പിലുള്ളതാണ് ഏറ്റവും നല്ലത്. ഇതിനെ അക്ഷയപാത്രം എന്ന് പറയും. ഉരുളി മോഡലുള്ള ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിൽ 5 രൂപയുടെ പിത്തള നാണയങ്ങൾ 108 എണ്ണം എടുക്കുക. ഈ നാണയങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു തട്ടത്തിലിട്ട് വയ്ക്കണം. ഇനി മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് ധൂപം കാണിക്കുക. ശേഷം ഗണപതിയെ പ്രാർത്ഥിക്കുക. അതിനുശേഷം മഹാലക്ഷ്മിയുടെ ധ്യാന ശ്ലോകം ചൊല്ലുക. മഹാലക്ഷ്മിയുടെ ധ്യാന ശ്ലോകം ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന അക്ഷയപാത്രത്തിലേക്ക് ഈ നാണയങ്ങൾ ഓരോന്നായി ഇടുക. ഇടുമ്പോൾ പറയേണ്ട മന്ത്രം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോരോ നാണയമായി അക്ഷയപാത്രത്തിൽ ഇടുക. ഏറ്റവും പ്രധാനം, നാണയം വീഴുമ്പോൾ ആ പാത്രത്തിൽ നിന്നും സൗണ്ട് കേൾക്കണം. നാണയത്തിൻ്റെ സൗണ്ട് നന്നായി കേൾക്കണം. അങ്ങനെ 108 നാണയവും അക്ഷയപാത്രത്തിൽ ഇടുക. ശേഷം മഹാലക്ഷ്മി അഷ്ടോത്തരമോ കനകധാരാ സ്തോത്രമോ ജപിക്കാവുന്നതാണ്. ശേഷം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ശാന്തിയും സമാധാനവും നൽകണേ എന്നും ദേവിയോട് പ്രാർത്ഥിക്കുക. ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ശേഷം ധൂപം, ദീപം, നൈവേദ്യം സമർപ്പിച്ച് നമസ്കാരം ചെയ്യുക. നൈവേദ്യമായി പാല്, കൽക്കണ്ടം, പഴവർഗ്ഗങ്ങൾ, പായസം തുടങ്ങി എന്ത് വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. ഇന്ന് ചെയ്ത് നാളെ ഒരു മാറ്റം പ്രതീക്ഷിക്കരുത്. ഏത് കാര്യവും തുടർച്ചയായി ചെയ്താലേ ഫലം ലഭിക്കൂ. ഉറപ്പായി മാറ്റമുണ്ടാകും. നന്ദി.